സിനിമകളിലൂടെയും സീരിയലുകളുടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ദേവി ചന്ദനയും. ഇത്തവണത്തെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലർപ്പിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പൊങ്കാല നടിക്ക് അല്പം സ്പെഷ്യൽ തന്നെയായിരുന്നു. ഫ്ലാറ്റിലെ സുഹൃത്തുക്കൾക്കൊപ്പവും അമ്മയ്ക്കൊപ്പമാണ് ദേവി ചന്ദന പൊങ്കാലിടാൻ എത്തിയത്. മൂന്നാമത്തെ തവണയാണ് ഞാൻ പൊങ്കാല സമർപ്പിക്കുന്നത്. പൊങ്കാല സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഓർക്കുന്നതും എൻ്റെ അമ്മയെ തന്നെയാണ്. ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് വരെ അമ്മമ്മ സ്ഥിരമായി പൊങ്കാലിടുമായിരുന്നു. ഞങ്ങളൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി പൊങ്കാലിടുമായിരുന്നു. ആരോമലയാണ് ഞങ്ങൾ പൊങ്കാലിടുന്നത്. ഫ്ലാറ്റിൽ എന്നും കുറച്ചു പേരുമുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പായി പൊങ്കാലിടാൻ എത്തിയതാണ്. ഞാനും അമ്മയും ഫ്ലാറ്റിലെ കുറച്ച് ചേച്ചിമാരുമുണ്ട്. സ്പെഷ്യൽ വിഭവങ്ങളൊന്നുമില്ല. ചക്കര പൊങ്കാലയാണ് ഇടുന്നത്. അമ്മയ്ക്കും ഏറ്റവും പ്രിയം അത് തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർ മണ്ഡപത്ത് അപ്പവും തരളയും അപ്പവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ പ്രാർത്ഥനയാണല്ലോ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാന്ദിനി ചേച്ചിയാണ് ഞങ്ങളുടെ ഗുരുസ്വാമി. ഞാനൊരു പൊങ്കാലിടുമ്പോൾ എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നതും ചാന്ദിനി ചേച്ചി തന്നെയാണ്. ഞങ്ങൾ ഏറ്റവും ഒരേപോലെ തന്നെ സെറ്റും മുണ്ടും സാരിയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് യൂണിഫോം പോലെ ധരിച്ചാണ് എത്തിയെന്നും ചന്ദന തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് തുറന്നു പറഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തനിക്ക് മഞ്ഞപ്പിത്തം വന്നതിനെക്കുറിച്ചും അസുഖം മൂർച്ചയിൽ ആശുപത്രിയിലെത്തിയ അനുഭവത്തെപ്പറ്റിയും ദേവി ചന്ദന പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ പുനർജന്മമാണ് ഇത് യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസുഖം മാറി തിരിച്ചു വന്നതാണ് ഞാൻ. തിരിച്ചു വന്നുവെങ്കിൽ അതിൽ അമ്മയ്ക്കും പങ്കുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയത്. ശേഷം അമ്പലത്തിൽ തൊഴാനായി പോയി. ആ സമയത്ത് നമ്മളും ഒരുപാട് പേരും ഇല്ലാത്ത നമ്മളെ സീരിയലിലൂടെ തന്നെ മാത്രം കണ്ടി അറിയാവുന്ന ആളുകൾ പോലും വന്ന് എല്ലാവരോടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. വയ്യാതിരുന്നു എന്ന് കേട്ടപ്പോൾ സങ്കടമായി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ. അതിലും വലിയ അനുഗ്രഹം വേറെ ഒന്നും കിട്ടാനില്ല. ഒരു പരിചയമില്ലാത്ത ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രാർത്ഥനയിൽ കൊണ്ടായിരിക്കാം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും. എനിക്ക് മഞ്ഞപ്പിത്തമായിരുന്നു, പക്ഷെ കണ്ടുപിടിക്കാൻ വൈകിപ്പോയി. ആശുപത്രിയിൽ ചികിത്സ തേടാൻ വൈകി. അതാണ് കൂടുതൽ പ്രശ്നമായി മാറിയത്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അസുഖം ഭേദമായി മാറി. പഴയതിനേക്കാൾ ഉഷാറായി ജീവിക്കാൻ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ദേവി ചന്ദന ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.